ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Education and Charitable Trust. Ayushri Ayurveda Hospital and Panchakarma College. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഈ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റിവാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, ബികോം, എംകോം പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമ്പർ 66 മധുര ബസിന് ശേഷം വീണ്ടും ഒരു MA നിഷാദ് ചിത്രം പുനലൂരിൽ നിന്ന്. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. പുനലൂരിൽ നിന്ന് വീണ്ടും ഒരു MA നിഷാദ് ചിത്രം ഒരുങ്ങുന്നു. കുടിവെള്ള പ്രശ്നം പ്രമേയമായുള്ള കിണറിന്റെ സ്വച്ഛോൻ കർമ്മം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിർവഹിച്ചു. താലൂക്ക് ഓഫീസിൽ നാൽക്കാലിയുമായി ക്ഷീരകർഷകന്റെ വേറിട്ട സമരം കൃഷി ആവശ്യത്തിന് വെള്ളം ലഭിക്കാൻ പാറ പൊട്ടിച്ചത് തടഞ്ഞതിനെതിരെ. മാലിന്യ നിക്ഷേപം തടയാനുള്ള വനപാലകരുടെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ഇക്കോ ടൂറിസം മേഖലയിൽ റോഡരികിലെ മാലിന്യ നീക്കത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത്. വാർത്തകൾ വിശദമായി. MA നിഷാദ് സംവിധാനം ചെയ്യുന്ന കിണർ എന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം പുനലൂരിൽ നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇപ്പോൾ ധാരാളം പുതിയ പരീക്ഷണങ്ങൾ അത് പലതും സമൂഹത്തിന് ഒരു സന്ദേശം തന്നെ അത്തരം ചിത്രങ്ങളെയാണ്. ഇതും ആ തരത്തിലാണ് ഈ സിനിമയിൽ മുന്നോട്ട് പോകുന്നത്. വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ലോകത്തെ ഏറ്റവും വലിയത്. അതാണ് നമ്മൾ കൈകാര്യം. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചിത്രത്തിന്റെ ആദ്യ ക്ലാപ്പടിച്ചു. പുനലൂർ നഗരസഭ കാര്യാലയത്തിലായിരുന്നു ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം MA നിഷാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കിണർ. സംസ്ഥാനത്തൊട്ടാകെ കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിൽ കുടിവെള്ള പ്രശ്നങ്ങൾ പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ സജീവ് PK, ആനി സജീവ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. നൌഷാദ് ഷെരീഫാണ് ക്യാമറ. ഡോക്ടർ അൻവർ അബ്ദുള്ള, ഡോക്ടർ അജു നാരായണൻ എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കുന്നു. ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്, രാഷ്ട്രീയമുണ്ട്, കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരു ലേഡീസ് ഓറിയന്റഡ് സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എല്ലാവരുടെയും ജനപക്ഷ സിനിമയാണ്. അതിനകത്ത് ജയപ്രദയും സുഹാസിനിയും പോലുള്ള താരങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത് താരങ്ങളെക്കാരും പോലെ പശുപതി ഉൾപ്പെടെയുള്ള നടന്മാരിലാണ്. അതുപോലെ തന്നെ ഞങ്ങളൊരു സിനിമയുമായി വരുമ്പോൾ പ്രത്യേകിച്ച് ഈ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് അല്ല സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾ തന്നെ മാതൃകയാക്കേണ്ട ചില കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ശ്രമകരമായ പരിപാടിയാണ്. ഒരു വൺ മോർണിംഗ് അല്ലെങ്കിൽ ഒരു വൺ ഫൈൻ മോർണിംഗ് വന്നിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് മുഴുവൻ നിരോധിക്കുക എന്നുള്ളത് സിനിമയെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും എന്തെങ്കിലും തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വന്നാൽ അത് റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ഞങ്ങൾ ചെയ്യാൻ സാധിക്കും. ജയപ്രദ, പശുപതി, പാർവതി നമ്പ്യാർ, സുഹാസിനി, ജോയ് മാത്യു, അജു വർഗീസ്, അർച്ചന, സുരാജ് വഞ്ഞാറമ്മൂട്, സുധീർ കരമന, കൊച്ചുപ്രേമൻ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ബുധനാഴ്ച വരെ ചിത്രത്തിന്റെ ചിത്രീകരണം പുനലൂരിൽ നടക്കും. തുടർന്ന് പുളിയറ, തെങ്കാശി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യും. സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷ B രാധാമണി, CPI അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു, ജോബോയ് പെരേര തുടങ്ങിയവർ പങ്കെടുത്തു. പുനലൂർ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ AK നസീറാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ മാനേജർ. ലൈവ് വാർത്ത, പുനലൂർ. മർച്ചന്റ്സ് അസോസിയേഷൻ പത്തനാപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ചരക്ക് സേവന നികുതിയിൽ GST എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പത്തനാപുരം മേഖലയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ചരക്ക് സേവന നികുതിയിൽ GSTയുടെ കടന്നുവരവ് എന്ന വിഷയത്തിൽ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ നിയമസഹായ വേദി കൺവീനർ ജോജെ കെ എബ്രഹാം ക്ലാസ് എടുത്തു. കേരളത്തിലെ വ്യാപാരികൾ പൂർണ്ണമായും ഭയപ്പെട്ട് വ്യാപാരം ചെയ്യേണ്ട അവസ്ഥയുണ്ട് എങ്കിൽ അത് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു പ്രവചനം പൂർത്തിയാകുന്നു എന്ന് വിചാരിച്ചാണ്. നികുതി ഒരു മരണത്തെ പോലെ മനുഷ്യനെ വേട്ടയാടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.
ഈ സാഹചര്യത്തിലാണ് നമ്മൾ GST അല്ലെങ്കിൽ വരാൻ പോകുന്ന നികുതി ഘടനയിലെ മാറ്റത്തെക്കുറിച്ച് അല്പം പഠിക്കുന്നത് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു മാറ്റം നമുക്കറിയാം, ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് കൈകാര്യം ചെയ്യാവുന്ന ചില വിഷയങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന് കൈകാര്യം ചെയ്യാവുന്ന ചില വിഷയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന് മാത്രം കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ എന്താ? കറൻസി. ഇപ്പൊ കറൻസി നിരോധിച്ചാൽ രാജ്യത്തെ നിരോധിച്ചെന്ന് പറഞ്ഞാൽ വേറെ സംസ്ഥാനങ്ങൾക്കൊന്നും അതിന് അഭിപ്രായമായ കാര്യമില്ല. നമ്മുടെ ഡിഫൻസ്, പ്രതിരോധം, രാജ്യസുരക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും റെയിൽവേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമെങ്കിൽ പോലും അതിന്റെ എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രത്തിന് കൈകാര്യം ചെയ്യാവുന്ന ചില നിയമങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന ചില മേഖലകളുണ്ട്. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, കൃഷി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൈകാര്യം ചെയ്യും. പരിശീലന കളരി എന്ന വിഷയത്തിൽ സാഹിത്യ പ്രവർത്തകൻ അജി മാത്യു കൊടുത്ര ക്ലാസ് നയിച്ചു. വൈകുന്നേരം നടന്ന പൊതുയോഗം യൂണിറ്റ് പ്രസിഡന്റ് ഇ രാജന്റെ അധ്യക്ഷതയിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ജി ഗോപകുമാർ മുഖ്യ സന്ദേശം നൽകി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോജെ കെ എബ്രഹാം, ജില്ലാ ട്രഷറർ എസ് കബീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജി ബി രാജേന്ദ്രൻ, എസ് നൌഷറുദ്ദീൻ, രാജൻ കുറുപ്പ്, എം മുഹമ്മദ് അലി, വിജയബാനു, അബ്ദുൾ മജീദ്, പി ചന്ദ്രശേഖരൻ നായർ, എസ് ഷാജി, അബ്ദുൽ നവാസ്, ഹാജി എം റഷീദ്, ബെന്നി ഡാനിയൽ, എസ് സുരേഷ് കുമാർ, എസ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ആലഞ്ചേരി സർവധർമ്മ സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് AJ പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ആലഞ്ചേരി സർവധർമ്മ സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വ്യക്തിത്വ വികസനം നാടകത്തിലൂടെ എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വിവിധ ഭാവങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശീലനവും നൽകി. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ വക്കം സുനിൽജിയാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. നാടകം എന്ന് പറയുന്ന ഈ കല കുട്ടികളുമായി അടുപ്പിച്ചാൽ ഈ നാടകം, എല്ലാ നാടകങ്ങളായാലും കഥയായാലും നോവലായാലും എല്ലാത്തിലും മാനുഷിക മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയും, സപ്തഗുണങ്ങൾ, സ്നേഹം, ദയ, കാരുണ്യം, സഹാനുഭൂതി, സത്യം, ധർമ്മം, നീതി, ഇങ്ങനെയുള്ള എല്ലാം കൂടെ യോജിക്കപ്പെട്ട സബ്ജക്റ്റുകളാണ് നാടകം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ മാനുഷികമായിട്ട് തന്നെ മൂല്യബോധമുള്ളവരായി തീരുകയും അവരിലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇത് മുതിർന്നവർക്കറിയുന്നില്ല. നല്ല മൂല്യമുള്ള കഥകളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ നാടകത്തോട് അടുപ്പിച്ചാൽ കുട്ടികൾ അവരറിയാതെ മാറുകയും വളർന്നു വരുന്തോറും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത നല്ല ഒരു ആർട്ടിസ്റ്റിക് ബോധം ഉടലെടുക്കുകയും അവർ മാറിക്കൊണ്ടിരിക്കുകയും. എന്നാൽ ഇന്ന് കുട്ടികൾ ഇതിൽ നിന്ന് അകലുന്നതെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ നാടകത്തെ കാണുന്നൊരു രീതി, പിന്നെ കുട്ടികളുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഈ ട്യൂഷൻ സമ്പ്രദായങ്ങൾ, പിന്നെ ഇങ്ങനെ സമയബന്ധിതമായിട്ടുള്ള അവരുടെ അക്കാദമിക് പഠനം, ഇതൊക്കെ അവരെ ബാധിക്കുന്നുണ്ട്. ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് AJ പ്രദീപ് നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് രഘുനാഥപിള്ള അധ്യക്ഷനായി. പുരോഗമന കലാ സാഹിത്യ സംഘം അഞ്ചൽ ഏരിയ സെക്രട്ടറി അജിത് കൃഷ്ണൻ, സൊസൈറ്റി ട്രഷറർ ബൈജു, ബിനു സത്യൻ, സൊസൈറ്റി സെക്രട്ടറി മഞ്ജു എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തിലെ പാറപൊട്ടികൾ തടഞ്ഞതിനെതിരെ കർഷകന്റെ വേറിട്ട സമരം. പോത്തുകളുമായി താലൂക്ക് ഓഫീസിലെത്തിയാണ് കർഷകൻ പ്രതിഷേധിച്ചത്.
കുളത്തിലെ പാറപൊട്ടികൾ തടഞ്ഞതിനെതിരെ താലൂക്ക് ഓഫീസിന് മുന്നിൽ പോത്തുകളുമായി എത്തി ക്ഷീരകർഷകന്റെ പ്രതിഷേധം. വേനൽ കടുത്തതോടെ വറ്റിയ കുളത്തിന് ആഴം കൂട്ടാൻ പാറ പൊട്ടിക്കുന്നതിനിടെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ തടഞ്ഞത്. കുടിവെള്ളം കിട്ടാതെ വലിയുന്ന കാലികൾക്കായി താൻ നടത്തിയ ശ്രമം തടഞ്ഞതിനെതിരെയാണ് അമ്പലത്തെങ്കാല ചാത്തൂർ പാറവിള പുത്തൻവീട്ടിൽ വിജയകുമാരൻ നായർ വേറിട്ട രീതിയിൽ സമരം നടത്തിയത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ താലൂക്ക് ഓഫീസിന് മുന്നിലെത്തിയ വിജയകുമാരൻ നായർ പോത്തുകളെ ഓഫീസിന് മുമ്പിൽ കെട്ടിയിട്ട് സമരം ആരംഭിച്ചു. നാൽക്കാലികളുടെ കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെയാണ് തന്റെ സമരമെന്ന് വിജയകുമാരൻ നായർ പറഞ്ഞു. ഈ മിണ്ടാപ്രാണിയൊക്കെ ജീവൻ നാൽക്കാലി വെള്ളമില്ലായിരുന്നു. അപ്പോൾ ആ കൃഷിക്കും മറ്റു ഇതിനവർക്ക് കൊടുക്കാനുള്ള വെള്ളമായിരുന്നു. ഒന്നുകിൽ അവർ കുഴിക്കാൻ തപ്പില്ല, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ആ വെള്ളം കയറണം. അവരെന്തായാലും പരാജയം കൊടുത്തിട്ടുണ്ട്. താൽക്കാലം നിയമ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. സംഭവം അറിഞ്ഞ് കൊട്ടാരക്കര പോലീസ് എത്തി പരാതി തഹസീൽദാർക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട ശേഷം സമരക്കാരനെയും പോത്തുകളെയും വളപ്പിൽ നിന്നും പുറത്താക്കി. പോത്തുകളും പശുക്കളുമുള്ള കർഷകനാണ് വിജയകുമാരൻ പിള്ള. സ്വന്തം കുളത്തിലെ വെള്ളമാണ് കാലികളെ പരിപാലിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്നത്. വേനൽക്കടുത്ത് കുളം വറ്റിയതോടെ കാലികൾക്ക് വെള്ളം പോലും കൊടുക്കാൻ കഴിയാതെയായി. ഇതേ തുടർന്ന് കുളത്തിലെ പാറ പൊട്ടിച്ചു മാറ്റാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചു. ഇതറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി പാറ പൊട്ടിക്കുന്നത് തടയുകയായിരുന്നു. വെടിമരുന്ന് ഉപയോഗിക്കാതെ ആപ്പ് വെച്ചാണ് താൻ പാറ പൊട്ടിച്ചതെന്നാണ് കർഷകൻ പറയുന്നത്. എന്നാൽ വെടിമരുന്നും ജാക്ക് ഹാമറും ഉപയോഗിച്ചത് മൂലമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത്. തന്റെ കന്നുകാലികൾക്ക് വെള്ളം ലഭിക്കാൻ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകൻ. വേനൽ കടുത്ത സമയത്തും പല സ്ഥലത്തും കുന്നിടിക്കലും പാറ പൊട്ടിക്കലും നടക്കുന്നതിനെതിരെ നടപടിയെടുക്കാതെ തന്റെ കന്നുകാലികളുടെ കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് വിജയകുമാരൻ നായർ. വേറിട്ട സമരരീതി കാണാൻ നിരവധി പേർ താലൂക്ക് ഓഫീസിലും പരിസരത്തും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ഗ്രീഷ്മോത്സവം 2017 തുടക്കമായി. നെടുവന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തലവൂർ ഗ്രാമപഞ്ചായത്തും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായാണ് ഗ്രീഷ്മോത്സവം 2017 സംഘടിപ്പിക്കുന്നത്. 12, 13 തീയതികളിലായി നെടുവന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ്. ഗ്രാമവികസനം, ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, കൃഷി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കുട്ടികൾക്കായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കും. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് നടത്തുന്നത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ G. സജീവിന്റെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന യോഗം തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. രാകേഷ് ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം ഇത്തരത്തിലേക്കുള്ള കളികളെല്ലാം ആവശ്യമാണ്. പഴയ കാലത്തിലുള്ള ആൾക്കാർ, അതായത് പണ്ടുള്ള അമ്മച്ചിമാര്, അപ്പൂമാരൊക്കെ 100, 110 വയസ്സിൽ ജീവിച്ചിരിക്കുന്നത് അന്ന് അവർ കഴിച്ചിട്ടുള്ള ആഹാരങ്ങളും അന്ന് അവരേക്കുള്ള ജോലിയും ഇത്തരത്തിലേക്കുള്ള ഈ പറയുന്ന കുരുത്തകളെ കാണിച്ചതുകൊണ്ട് മാത്രമാണ് 100, 150 വയസ്സ് വരെ അമ്മച്ചിമാര് കുടിയിലോട് കാലം നേടിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ 60 വയസ്സിന് മുമ്പേ ആൾക്കാർക്ക് തന്നെ പോകാൻ പോകുക. വൈസ് പ്രസിഡന്റ് അമ്പിളി ദാസപ്പൻ അധ്യക്ഷയായ ചടങ്ങിൽ നെടുവന്നൂർ വാർഡ് അംഗം ഷീന മുരളി സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുരേഷ് കുമാർ സന്ദേശം നൽകി. കാര്യം ഒരു ദിവസം ട്യൂഷനൊന്നും നമുക്കൊരു പ്രശ്നമല്ല, വെക്കേഷനാണ്, അവധിക്കാലം കളിച്ച് തിരിച്ച് നടക്കുന്ന സമയമാണ്. എല്ലാവരോടും ചോദിക്കുമ്പോൾ ട്യൂഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരു ദിവസത്തെ 2 മണിക്കൂർ ട്യൂഷൻ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ള കൂട്ടുകാരെ നാളെ കൂട്ടിക്കൊണ്ട് വരിക, നല്ല ഒരു അനുഭവമാക്കി, നല്ല ഒരു കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് കേടാൻ കഴിയട്ടെ, നല്ല ഒരു അനുഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് ഈ 2 ദിവസം ക്യാമ്പും ഈ പരിപാടികളൊന്നും കഴിഞ്ഞാൽ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. വിജയകുമാർ, അരുവിത്തറ വാർഡ് മെമ്പർ N. രാധാകൃഷ്ണൻ, മഞ്ഞക്കാല വാർഡ് മെമ്പർ ഗീതാകുമാരി, നെടുവന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ചന്ദ്രമതിയമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ലൈവ് വാർത്ത, പത്തനാപുരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ,
പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ആദരവർപ്പിച്ച് യുവാവിന്റെ ചിത്ര പ്രദർശനം. കാഞ്ഞിരപ്പള്ളി സ്വദേശി അരുൺലാലാണ് അബ്ദുൽ കലാമിന് ആദരവർപ്പിച്ച് പത്തനാപുരം ഗാന്ധി ഭവനിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് കരിയിൽ തീർത്ത ചിത്രസൃഷ്ടികളിലൂടെ ആദരവർപ്പിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശി CM അരുൺലാൽ. പത്തനാപുരം ഗാന്ധി ഭവനിൽ നടന്ന ചിത്ര പ്രദർശനത്തിലൂടെ കലാമിന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു. കലാം യുഗം എന്ന പേരിൽ നടക്കുന്ന 16ാമത്തെ ചിത്ര പ്രദർശനമാണ് ഗാന്ധി ഭവനിൽ നടന്നത്. 125ഓളം വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം നടത്തിയ എല്ലാ കേന്ദ്രങ്ങളിലും വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് ചിത്രകാരനായ അരുൺലാൽ പറയുന്നു. കലാം സാറിനോട് വളരെ ചെറുപ്പം മുതലേ ഭയങ്കര ആരാധനയും സ്നേഹമൊക്കെയായിരുന്നു. ഇത്രയധികം വീക്ഷണമുള്ളൊരു വ്യക്തി പക്ഷേ ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ കാണില്ല. കുട്ടികൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വളരെ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കലും പത്തനാപുരം ഗാന്ധി ഭവനിൽ വന്നപ്പോൾ ഇതുപോലെ അദ്ദേഹത്തെ കാണാനൊരു അവസരമുണ്ടായി. അപ്പോൾ ഞാനൊരു ചിത്രം വരച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ സെക്യൂരിറ്റി റീസൺസ് കാരണം അത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ല. പകരം അദ്ദേഹം ആ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് അത് ഓട്ടോഗ്രാഫ് ചെയ്ത് തിരികെ നൽകി. അത് ജീവിതത്തിലെ വലിയ സ്മരണീയമായ ഒരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഞാൻ പ്രൊഫഷണൽ ചിത്രകലയൊന്നും അഭ്യസിച്ചിട്ടില്ല. ഒരു കലാകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ അന്ന് വരച്ചത് ഞാൻ ആദ്യമായി ചാർക്കോളിലായിരുന്നു, കലാം സാറിന് കൊടുക്കാൻ വേണ്ടി. എല്ലാ മീഡിയംസും ട്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കലാം എന്നുള്ളൊരു വ്യക്തിയുടെ യുഗം അവസാനിച്ചു. അപ്പോൾ കലാം യുഗ എന്നുള്ളൊരു ടൈറ്റിലിൽ എക്സിബിഷൻസ് നടത്തി. ഫസ്റ്റ് എക്സിബിഷൻ ട്രിവാൻഡ്രത്തായിരുന്നു, പ്രസ് ക്ലബ്ബിലായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഒരു 20 ദിവസത്തിന് ശേഷം 30 ഡ്രോയിങ്സ് വെച്ച് ചെയ്തു. പിന്നെ VJT ഹാളിൽ നടത്തി, മ്യൂസിയം ഹാളിൽ നടത്തി. ഇത് 16ാമത്തെ എക്സിബിഷനാണ്. എന്തോ എല്ലാവരും കലാം സാറിനെ സ്നേഹിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും നമ്മുടെ ഇന്ത്യ ഒട്ടാകെ മാറിയാണ്. കുട്ടികളെ പറ്റി വളരെ വലിയ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തി. ഇന്നും അദ്ദേഹം കുട്ടികളുടെയും ജനങ്ങളുടെയും മനസ്സിൽ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കലാം യുഗ എന്നുള്ളൊരു ടൈറ്റിൽ നമ്മൾ എക്സിബിഷൻസ് നടത്തുന്നത്. ഇതിപ്പോൾ കേരളത്തിലെ അതുപോലെ തന്നെ എല്ലായിടത്തും ഇന്ത്യയിലൊട്ടാകെ പ്രദർശനം നടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. കുട്ടികളിലേക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈ ഒരു എക്സിബിഷൻ കണ്ടിറങ്ങുന്നവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചൊരു ഫീൽ ഉണ്ടാകണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അവസാന കാലഘട്ടം വരെയുള്ള ചിത്രങ്ങളാണ് ചാർക്കോളിലൂടെ വരച്ചിരിക്കുന്നത്. അതിൽ എല്ലാ മീഡിയംസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പല മെറ്റീരിയൽസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്സ്. അങ്ങനെ ഇപ്പോൾ 125ഓളം ചിത്രങ്ങൾ വരച്ചിട്ട് എൻ്റെ സ്വന്തം സ്ഥലം കോട്ടയാണ്, കാഞ്ഞിരപ്പള്ളി. അവിടെ വെച്ച് അന്നത്തെ എക്സിബിഷനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ലിംഗ ബുക്കിന്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോക്ടറേറ്റ് പ്രോഗ്രാമിനും വിയറ്റ്നാമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കലാം സാറിൻ്റെ ഡ്രോയിങ്സ് ചെയ്തതിന് കൂടുതൽ ചിത്രങ്ങളുമായി ഇനിയും ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് കൂടുതൽ യുവ തലമുറയിലേക്ക് ഈ ഡ്രോയിങ്സ് എത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനെല്ലാ സപ്പോർട്ടുമായിട്ട് എൻ്റെ വൈദേഹിയുണ്ട്.
ആളൊരു 2-3 ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പറ്റിയിട്ടില്ല. എല്ലാ സപ്പോർട്ടും പുള്ളിക്കാരെയാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്. എന്നാലും നൈറ്റ് വർക്ക്സും അതുപോലെ തന്നെ ഓഫ് ഡേയ്സിലൊക്കെയാണ് കൂടുതലും ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടി സമയം കണ്ടെത്താറ്. ഒരിക്കലും പാഷനും പ്രൊഫഷനും നമ്മി മിങ്കിൾ ചെയ്തിട്ടില്ല. രണ്ട് വഴിക്കാണ് ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ തലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 250 ഡ്രോയിങ്സ് ആയാൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലും കാണാം. തിരുവനന്തപുരത്ത് സോഫ്റ്റ്വെയർ കമ്പനിയിലെ എഞ്ചിനീയറായ അരുൺലാൽ ചിത്രരചനയിലെ വ്യത്യസ്തത കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇക്കോ ടൂറിസം മേഖലയിൽ റോഡരികിലെ മാലിന്യ നീക്കത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത്. തെന്മല ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മാലിന്യ നീക്കത്തിനായി രംഗത്ത് വന്നിട്ടുള്ളത്. തെന്മല ഇക്കോ ടൂറിസം മേഖലയിൽ റോഡരികിൽ മാലിന്യ നിക്ഷേപം പെരുകിയതോടെയാണ് മാലിന്യ നീക്കത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. തെന്മല ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് റോഡരികിലെ മാലിന്യ നിക്ഷേപത്തിനായി രംഗത്തെത്തിയിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം വീതം 3 ആഴ്ച കൊണ്ട് 3 ദിവസമാണ് ഇവർ മാലിന്യ നീക്കത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. 24 പേരടങ്ങുന്ന സംഘം റോഡരികിലെ മാലിന്യ നീക്കത്തിൽ ശ്രദ്ധാലുക്കളാണ്. രാത്രികാലങ്ങളിലും മറ്റും റോഡരികിൽ മാലിന്യ നിക്ഷേപം പെരുകുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്തുകാരും ഈ ഇക്കോക്കാരും ഞങ്ങളെ കൊണ്ട് എല്ലാ പ്രാവശ്യം ഇതുപോലെ വൃത്തിയാക്കിക്കും. ഞങ്ങൾ ഈ കോഴി വേസ്റ്റും തീട്ടവും അഴുക്കും എല്ലാവരും വീട്ടിലുള്ള വേസ്റ്റുകൾ വരെ കൊണ്ട് തട്ടുന്നത് ഞങ്ങളാ വാരും. പക്ഷെ അവർ ക്യാമറ വെക്കാമെന്ന് പറയും, സെക്യൂരിറ്റി നിർത്താമെന്ന് പറയും. ഇതുവരെ ഇവിടെ ഒരു സെക്യൂരിറ്റി നിർത്തിയിട്ടില്ല, ക്യാമറയും വെച്ചിട്ടില്ല. വനം വകുപ്പ് അധികൃതരോ ഇക്കോ ടൂറിസം അധികൃതരോ മാലിന്യ നിക്ഷേപത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. വനപാലകർ പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുമെന്ന് നിരവധി തവണ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതും പ്രാവർത്തികമായില്ലെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നു. ലൈവ് വാർത്ത, തെന്മല. മെയ് അവസാനത്തോടെ പത്തനാപുരത്ത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. ഓഫീസ് ആരംഭിക്കുന്ന കല്ലുംകടവിലെ സാംസ്കാരിക നിലയത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പുതിയ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് മെയ് അവസാനത്തോടെ പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം സ്ഥലത്ത് പരിശോധന നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഫീസിന്റെ നിർമ്മാണ ജോലി പൂർത്തിയാക്കുന്നത് അനുസരിച്ചാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുക. കല്ലുംകടവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സാംസ്കാരിക നിലയത്തിലെ 2ാമത്തെ നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുക. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു സബ് ഇൻസ്പെക്ടർ, 2 പ്രിവന്റീവ് ഓഫീസർമാർ, 5 സിവിൽ ഓഫീസർമാരും ഡ്രൈവറുമടക്കം 10 ജീവനക്കാരാണ് ഓഫീസിലുള്ളത്. നിലവിൽ പത്തനാപുരം, പുനലൂർ താലൂക്കുകൾക്കായി പുനലൂരിലാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പത്തനാപുരത്ത് താലൂക്ക് ആസ്ഥാനമായതോടെയാണ് പുതിയ ഓഫീസ് അനുവദിച്ചത്. പത്തനാപുരം, പിറവന്തൂർ, പട്ടാഴി വടക്കേക്കര, വിളക്കുടി, പട്ടാഴി, തലവൂർ തുടങ്ങിയ പഞ്ചായത്തുകളാകും ഓഫീസ് പരിധിയിൽ വരിക. വനമേഖല കൂടുതലുള്ള പത്തനാപുരത്ത് എക്സൈസ് സർക്കിൾ ഓഫീസ് അനുവദിക്കണമെന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഭക്തിയില്ലായ്മയും ആഡംബര ജീവിതവും നാശത്തിലേക്ക് നയിക്കുമെന്ന് പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ. പത്തനാപുരം മഞ്ചളൂർ മഠത്തിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ച ഹിന്ദുധർമ്മ പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തിയില്ലായ്മയും ആഡംബര ജീവിതവും പുതുതലമുറയെ നാശത്തിലേക്ക് നയിക്കുന്നു. വികലമാക്കപ്പെട്ട ചരിത്രം പുതുതലമുറ പഠിക്കുന്നത് ആപത്താണെന്നും സനാതനധർമ്മം എന്താണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രശസ്ത ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പറഞ്ഞു. പത്തനാപുരം മഞ്ചളൂർ മഠത്തിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിൽ തുടക്കം കുറിച്ച സനാതനം 2017 എന്ന ഹിന്ദുധർമ്മ പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ആളുകൾക്ക് ഒരു ഗുണമുള്ളത്, ഒരു സംഗതി കൊണ്ടുവന്ന് തരുമ്പോൾ എന്തിനാണ് അത് നമുക്ക് തന്നത് എന്ന് നാം ചോദിക്കില്ല. വെറുതെ കിട്ടതിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ വേറെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് തന്നാലും നമ്മളത് വാങ്ങിച്ചു വയ്ക്കും. അല്ലാതെ അതിനെ സാംസ്കാരികമായി ചെറുക്കാനുള്ള ഒരു ശീലം നമുക്കില്ല. വഴക്കുണ്ടാക്കണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. അല്ല, ഇതിവിടെ വേണ്ട എന്ന് പറയാൻ നമ്മൾ മെനക്കെടാറില്ല. അങ്ങനെ ഒരു സാംസ്കാരികമായ പ്രതിരോധത്തിന് നമ്മുടെ മനസ്സ് സജ്ജമാകേണ്ടതുണ്ട്. എല്ലാ മതങ്ങളും നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ചിട്ട് പണ്ട് മുതലേ നമ്മുടെ ആളുകൾ തുടർന്നു പോന്നിരുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതും ഇനി നിലനിൽക്കുമെന്ന് ഉറപ്പുള്ളതുമാണ് നമ്മുടെ സംസ്കാരം. അപ്പൊ ആ സംസ്കാരത്തിന്മേൽ ചെറിയ ചെറിയ പരിക്കുകൾ ഏൽപ്പിക്കാൻ നാം സമ്മതിക്കരുത്. വലിയ പ്രാർത്ഥനായോഗം നടക്കുകയാണ്. ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി. എന്തിനാ അങ്ങനെ ചുമ്മാ പോയി കേട്ടിരിക്കും? അങ്ങനെ ക്ഷണിക്കും. വെറുതെ അവിടെ വന്നിരുന്നാൽ മതി, ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടണം എന്നില്ല.
സഹകരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചശാസ്ത്രത്തിന്റെ ആധാരമായ സത്യത്തിന്റെ സവിശേഷതയും അവിശ്വസനീയതയാണ്. അന്തിമമായ സത്യത്തിന്റെ ലക്ഷണവും അതുതന്നെയാണ്. സത്യാന്വേഷണമാണ് ശാസ്ത്രം, സത്യാന്വേഷണമാണ് ഋഷിധർമ്മവും. ഋഷി സംസ്കാരത്തിന്റെ പ്രമാണങ്ങളിൽ ഒന്നാണ് പുനർജന്മം. അത് അവിശ്വസനീയമെന്ന് തോന്നുന്നത് ശാസ്ത്രമായതുകൊണ്ടാണ്. ഞാൻ കണ്ടെത്തി എന്ന് പല ശാസ്ത്രജ്ഞന്മാരും അഭിമാനിക്കുന്ന സിദ്ധാന്തങ്ങൾ പലതും ഭാരതീയ ശാസ്ത്രഗ്രന്ഥങ്ങളിലെ അറിവുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃതസ്മൃതി യജ്ഞനിർവഹണ സമിതിയും വിവിധ ഹൈന്ദവ സംഘടനകളും ചേർന്നാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ ചെയർമാൻ ജി രവീന്ദ്രനാഥ്, ജനറൽ കൺവീനർ മഞ്ജുളു സതീഷ്, രാമകൃഷ്ണപിള്ള, ശ്രീകുമാരൻ നായർ, ബിപിൻ ചന്ദ്രലാൽ, സജി കവലയിൽ, രാഹുൽ ആർ നായർ, കേശവൻ നമ്പൂതിരി എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളിയാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടമൺ, ഉറുകുന്ന, മാമ്പഴത്തറ എന്നിവിടങ്ങളിലായാണ് ക്യാമ്പ് നടന്നത്. തെന്മല ഗ്രാമപഞ്ചായത്തും എടപ്പാൾ റൈഹാൻ ഐ ഹോസ്പിറ്റലും ദയ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഇടമൺ 34 SNDP ഹാളിലും ഉച്ചയ്ക്ക് 2:30 മുതൽ 4:30 വരെ ഉറുകുന്ന് കോളനിയിലും അതേസമയം തന്നെ മാമ്പഴത്തറ കോളനിയിലുമായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗവും ദയ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ എ ജോസഫിന്റെ ശ്രമത്തെ തുടർന്നാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉറുകുന്ന ട്രൈബൽ കോളനിയിലും മാമ്പഴത്തറ ട്രൈബൽ കോളനിയിലും വെച്ച് ഈ കണ്ണുപരിശോധന ക്യാമ്പുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ 150-ലധികം പേർ ഈ കണ്ണുപരിശോധനയിൽ വന്ന് അവരെ കണ്ണുകൾ പരിശോധിക്കുക, അതിനാവശ്യമായ ഓപ്പറേഷൻ നടത്തുന്ന രോഗികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത് നിർദ്ദേശം നൽകുകയും അതുപോലെ കണ്ണ് പരിശോധിച്ച് അവർക്ക് വേണ്ട കണ്ണടയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവർ സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനുള്ള നടപടിയും ഈ ഐ ഹോസ്പിറ്റലിൽ തന്നെ നടത്തിയിട്ടുണ്ട്. സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റ് സിൻസിയുടെ നേതൃത്വത്തിൽ 51 ഒപ്റ്റോമെട്രിസ്റ്റുമാരാണ് നേത്രപരിശോധന നടത്തിയത്. ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് കണ്ണടകളും വിതരണം ചെയ്തു. എടപ്പാൾ റൈഹാൻ ഐ ഹോസ്പിറ്റൽ PRO ഉണ്ണികൃഷ്ണൻ ക്യാമ്പിന് നേതൃത്വം നൽകി. 500-ൽ പരം ആളുകളാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. ലൈവ് വാർത്ത, തെന്മല. വീണ്ടും കാണാം പ്രധാന വാർത്ത. പുനലൂരിൽ നിന്ന് വീണ്ടും ഒരു MA നിഷാദ് ചിത്രം ഒരുങ്ങുന്നു. കുടിവെള്ള പ്രശ്നം പ്രമേയമായുള്ള കിണറിന്റെ സ്വച്ഛോൻ കർമ്മം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിർവഹിച്ചു. താലൂക്ക് ഓഫീസിൽ നാൽക്കാലിയുമായി ക്ഷീരകർഷകന്റെ വേറിട്ട സമരം കൃഷി ആവശ്യത്തിന് വെള്ളം ലഭിക്കാൻ പാറ പൊട്ടിച്ചത് തടഞ്ഞതിനെതിരെ. മാലിന്യ നിക്ഷേപം തടയാനുള്ള വനപാലകരുടെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ഇക്കോ ടൂറിസം മേഖലയിൽ റോഡരികിലെ മാലിന്യ നീക്കത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,